ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഏപ്രിൽ 27 ഞായറാഴ്ച. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി അല്ലേ? ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒരുപാട് ന്യൂസും ഇവൻറ്റ്സും ഒക്കെ നടക്കുന്ന ഒരു അവസരമാണിത്. അതുകൂടാതെ നമ്മുടെ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ടും കമ്പനികൾ പ്രഖ്യാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് റിസൾട്ടുകളൊക്കെ വന്നു. റിലയൻസിൻ്റെ റിസൾട്ട് ഈ വീക്കെൻഡിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ന്യൂസുകളും ഇവൻറ്റ്സുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരമാണിത്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തത് ഏകദേശം ഒരു മാസത്തിന് മുന്നാണ്. ഒരു മാസം മുന്നേ ചെയ്തപ്പോൾ മാർക്കറ്റിൻ്റെ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് 23,300 അതിന് മുന്നത്തെ വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ നിഫ്റ്റിയുടെ ലെവലായിരുന്നു 22,800. അപ്പോൾ 22,800 എന്നൊക്കെ നിഫ്റ്റി ഏകദേശം ഒരു 1,700 പോയിന്റോളം റാലി ചെയ്തിട്ട് 24,500 വരെയൊക്കെ പോവുകയുണ്ടായി. അപ്പോൾ ആ രണ്ട് വീഡിയോയിൽ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുക, കൂടുതൽ കറക്ഷൻ വരുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി ആവറേജ് ഔട്ട് ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ അവസരത്തിൽ എല്ലാവരും ബെയറിഷ് ആയിരുന്നു. മാർക്കറ്റിലൊരു വളരെ നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഉള്ള അവസരത്തിലാണ് ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ അവസരത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോൾഡ് ചെയ്യുക, പാനിക് ആകാതിരിക്കുക. നിങ്ങളുടെ എൻ്റെ വീഡിയോൻ്റെ ടൈറ്റിലടക്കം നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണോ? മാർക്കറ്റ് 21,800 നിന്ന് ഏകദേശം 2,200 2,400 പോയിന്റോളം മുകളിൽ പോയതിനു ശേഷം ഈ അവസരത്തിൽ നിഫ്റ്റിയുടെ നമുക്ക് സേഫായിട്ട് ബൈ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമാണോ നിഫ്റ്റിയിൽ ഉള്ളതെന്നും കൂടി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. അന്നത്തെ അവസരത്തിൽ റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആയിരുന്നു. ഇന്നത്തെ അവസരത്തിൽ റിസ്ക് റിവാർഡ് റേഷ്യോ അത്ര ഫേവറബിൾ അല്ല. അത് എന്ന് കരുതിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തൊരു അവസരമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോക്കിക്കാണേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ട്രംപിൻ്റെ ടാരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം പ്രൈസ്ഡ് ആയിട്ടുണ്ട്. അതുകൂടാതെ FIIs സെല്ലിംഗ് മോഡിൽ നിന്ന് ബൈയിങ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ വലിയൊരു പോസിറ്റീവാണ്. DIs കുറേശ്ശൊക്കെ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഫ്രൈഡേ മാർക്കറ്റ് ഏകദേശം നിഫ്റ്റി ടോപ്പ് ഹയർ ലെവലിൽ നിന്ന് ഏകദേശം 500 പോയിന്റ് കറക്റ്റ് ചെയ്ത ഈ വെള്ളിയാഴ്ച DIs ഏകദേശം 3,500 കോടിയുടെ ബൈയിങ്ങും FIIs ഏകദേശം 3,000 കോടിയുടെ ബൈയിങ് നടത്തിയത് വളരെ പോസിറ്റീവാണ്. അപ്പോൾ വെള്ളിയാഴ്ച നിഫ്റ്റി മിഡ് ക്യാപ്പുകൾ ഏകദേശം 2.5%, സ്മോൾ ക്യാപ്പുകൾ 2.5% ഇൻഡെക്സ് കറക്ഷൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ FIIസും DISും ഇത്രയ്ക്കധികം വാങ്ങിച്ചിട്ട് കൂടി ഫ്രൈഡേ മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീറ്റെയിൽ സെല്ലിങ്ങിൻ്റെ കാരണം ആയിട്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത്ര അധികം കറക്ഷൻ ചെയ്യാനുള്ള സാധ്യതയില്ല. ആ റീറ്റെയിൽ സെല്ലിംഗ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ യുദ്ധസമാനമായ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാവാം. അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു യുദ്ധം പുറപ്പെട്ടേക്കാമെന്നൊരു ആശങ്ക ഉള്ളത് കൊണ്ടും ആയിരുന്നിരിക്കണം. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സ്റ്റോക്കുകളൊക്കെ വിറ്റ് ഒഴിയണോ, അതോ ഹോൾഡ് ചെയ്യണോ, അതോ കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണോ എന്നാണ് ഒരു ചോദ്യം ഉയരുന്നത്. എൻ്റെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ വിറ്റൊഴിയണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വിറ്റൊഴിയേണ്ട ആവശ്യമില്ല. രണ്ടാമത് ഹോൾഡ് ചെയ്യണോ? തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യണം. കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പോൾ അത്ര ഫേവറബിൾ അല്ല. അതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് ഡിപ്പിൽ വാങ്ങിക്കാം. ഡിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? 0.5% മുതൽ ഏകദേശം 2% വരെയുള്ള കറക്ഷനൊക്കെ നമുക്ക് ഡിപ്പ് എന്ന് പറയാം. അതായത് നിഫ്റ്റി ഏകദേശം ഒരു 100-150 പോയിന്റ് മുതൽ 500-600 പോയിന്റ് വരെയുള്ള കറക്ഷനെ നമുക്ക് ഡിപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഡിപ്പിലൊക്കെ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുകൂടാതെ കറക്ഷനിൽ നമുക്ക് അഗ്രസീവായിട്ടുള്ള ബൈങ് നടത്താം. കറക്ഷൻ എന്ന് പറഞ്ഞാൽ 5% മുതൽ 10% വരെയുള്ള ഫോളിനെ നമുക്ക് കറക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞാൽ മാർക്കറ്റിൽ 5-10% ഇടിവുണ്ടായേക്കാം. അപ്പോൾ ആ ഇടിവൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച ഉടനെ തന്നെ യുദ്ധം പുറപ്പെട്ടു 10%, 5%, 10% ഒക്കെ മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. നമ്മൾ വാങ്ങിച്ച ഉടനെ തന്നെ അത് വെർട്ടിക്കലി കയറിപ്പോകുന്ന എന്നുള്ള ഉദ്ദേശമല്ല. അത് വാങ്ങിച്ചതിന് ശേഷം കുറച്ചൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മീഡിയം ടു ലോങ് ടേമിലേക്ക് നമുക്ക് അതൊരു നല്ലൊരു ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ വ്യൂ ഇന്നും ബുള്ളിഷാണ്, അന്നും ബുള്ളിഷായിരുന്നു. അപ്പോൾ
ഒരു ലോങ് ടേമിലേക്ക് ഒരു നല്ല സ്റ്റോറി ഇൻടാക്റ്റ് ആണ് ഇന്ത്യയുടെ. ഒരു 3 to 5 ഇയേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ആഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റോക്ക് ശ്രദ്ധയിൽപ്പെടാനുള്ള കാരണം FIAസും DIAസും മാർച്ച് ക്വാർട്ടറിൽ ഒരുപോലെ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ച ഒരു സ്റ്റോക്കാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സ്റ്റോക്ക് മാത്രമാണ്. ഇതൊരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ അല്ല. നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും സ്റ്റഡി ചെയ്യുക, അനലൈസ് ചെയ്യുക. അപ്പോൾ ഇതൊരു FIAസും DIAസും കുറച്ച് സ്റ്റേക്ക് വർദ്ധിപ്പിച്ച ഒരു സ്റ്റോക്ക് മാത്രമാണ് പറയാൻ പോകുന്നത്. ആ സ്റ്റോക്കിൻ്റെ പേരാണ് ദീപ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. സ്റ്റോക്കിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയാം, ദീപ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അപ്പോൾ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ FIAസ് അവരുടെ സ്റ്റേക്ക് 1.99% നിന്ന് 2.18% ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. DIAസ് മാർച്ച് ക്വാർട്ടറിൽ അവരുടെ സ്റ്റേക്ക് 1.03% നിന്ന് 1.17% ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.